ഹലോ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചാവക്കാട് പോകട്ടെ രാത്രി. അപ്പോൾ ബുള്ളറ്റുമല്ല പോണ്, നമ്മളൊരു ഓപ്പൺ ജീപ്പിലാണ് വേണ്ട അനസം വേണ്ട. അതാണ് ഞങ്ങൾ ആദ്യം ഊട്ടി പോകാതെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഊട്ടി പോലും നടന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചാവക്കാട് കടലാണ് രാത്രി 10 മണിയാകുമ്പോൾ പോകാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സിനാനുണ്ട് കേട്ടോ. അവൻ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പോയിക്കാം. സിനാൻ പുതുമാരനായിട്ട് വന്നിട്ടുണ്ട്, അവൻ്റെ ചാക്ക് ഇട്ടിട്ട് വന്നിട്ടുണ്ട് അവൻ. അപ്പോൾ ഏതായാലും നമ്മൾ പോവാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓപ്പൺ ജീപ്പിലായിട്ട് പോകണം. പകുതി വരെ നമ്മളെ ബുള്ളറ്റുമേ അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ജീപ്പുമ്മേണ് കടൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് പോയാലോ. അപ്പം നമ്മൾ നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല ചെക്കന് വണ്ടി എടുത്തിട്ട് എത്രയായി ഇതുവരെ നമ്പർ പ്ലേറ്റ് 2 പാതി നമ്പർ പ്ലേറ്റില്ല ചേട്ടാ ഫ്രണ്ട്സ്. അപ്പം രാത്രിയുള്ള യാത്ര ഉണ്ടല്ലോ വേറെ മൂടാ. ഞാൻ എന്താ പറയാനുള്ളത് പറയും. രാത്രി എങ്ങനെ പറയല്ല അൻസിന് എങ്ങനെ ഏത് മൂട് അംബാനി മൂട്. നമ്മൾ ചാവക്കാട് ഒരു കുട്ടൻ ബിരിയാണി കഴിക്കാനാണ്. അവിടെ നിന്ന് ഒരു കുട്ടൻ ബിരിയാണി പറഞ്ഞ ബിരിയാണീൻ്റെ അവിടെ. അപ്പോൾ അത് കുറേ നമ്മൾ കഴിക്കണം എന്ന് വിചാരിക്കും. പോലെ നടന്നില്ല കേട്ടോ. ഇന്ന് യാതൊരു പ്രതീക്ഷിക്കാണ്ടുള്ളൊരു യാത്രയാണ് നമ്മൾ അല്ലേ, പ്രതീക്ഷിക്കാണ്ടുള്ളൊരു യാത്രയുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് കുട്ടൻ ബിരിയാണി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുട്ടൻ ബിരിയാണി കഴിക്കണം. അങ്ങനല്ലേ പേര്? അതിന് എത്രയാണ്? 190 ഇട്ടാ അലുമിനിയട്ടാ. എത്ര വേണമെങ്കിലും കഴിക്കാട്ടെ നമുക്ക് അല്ലേ. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത്. അവരൊക്കെ ഉണ്ട് നമ്മളപ്പോൾ ചാവക്കാട് കടലാണ് നമ്മൾ പോകുന്നത്. കേറി മാമേനെ ഡ്രൈവർ ഇട്ടാ കേറി ജയില് കയറിക്കോ ദയ്യില്ലേ അമ്മ കേറ് നമ്മുടെ സീറ്റ് ബാക്കില്. മൂടുന്നറിയ യാത്ര ചെയ്യാന് സിനാൻ എന്താ പറയാളെ? രസല്ലേ യാത്ര ചെയ്യാന്? നിങ്ങൾക്ക് എന്താ പറയാളെ? വേറെ മൂടല്ലേ അനുസിനോ? അനുസിനെ നോക്കടാ. മനസ്സിനാണ് വണ്ടി കുറച്ച് ഇന്ധനം അടിച്ചിട്ടാണ് പിന്നെ നമ്മളഞ്ഞ യാത്ര തുടങ്ങേണ്ടത്. വണ്ടി കുറച്ച് 500 രൂപ കുറച്ച് അടിക്കണം ഇന്ധനം. ഇതാണ് നമ്മളെ യാത്ര തുടങ്ങുന്നത്. പെട്രോൾ അടിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഇനി നമ്മളിപ്പോൾ ഒരു പോണതിന് മുമ്പ് കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലായിട്ടാ. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ നിന്നിട്ട് നമുക്കൊരു കുറച്ച് ഫോട്ടോസുകൾ എടുക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി റെഡി ആവുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള വണ്ടി അതിനനുസരിച്ചുള്ള ഇതിലൊക്കെ നിർത്തണം. നമുക്ക് കുറച്ച് വെറൈറ്റി പിക്ക് എടുക്കണം കേട്ടോ. നമുക്ക് യാത്ര തുടങ്ങിയിട്ടാണ്. ഇനി ഒരു 30 മിനിറ്റിന് ശേഷം നമ്മൾ ചാവക്കാട് എത്തേണ്ടതായിരിക്കും അല്ലേ? കുറച്ച് കഴിയുമ്പത്തില്ലേ? നമുക്ക് ഇനി ഇവിടുന്ന് ആകെ ഒരു 10 കിലോമീറ്റർ തികച്ചില്ല. വേഗത്തെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല അല്ലേ? കിടന്നിരിക്കണ്ടായി. ഇങ്ങനെ നമ്മള് ചാവക്കാട് കടലെത്തിട്ടാ. ഈ വണ്ടി എവിടെയെങ്കിലും പാർക്കിങ്ങോ ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഇടാൻ നമുക്ക്. മണ്ണില് താവോ? വേണ്ട വണ്ടി തള്ളി കൊണ്ടേണ്ട അവസ്ഥ. രാത്രി ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടിട്ടാ. അവിടെ ഓരോരുത്തർ ഇരിക്കണമെങ്കിൽ ചിലടെ ഈ നേരത്തൊക്കെ ചില കടയിലൊക്കെ ആൾക്കാരൊക്കെ കയറ്റും. ഇവിടെ പറ്റുകൊണ്ട് പറയാം. ചോപ്പിൽ അത് കൂടെ നടക്കാൻ പറ്റില്ലല്ലേ? അത് പ്രത്യേക സമയങ്ങളുണ്ട്. പകുതി അത് ആര് നടന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് അത് കിടന്നിട്ട് പോവാൻ പറ്റില്ലേ? രാത്രി ആയാലും തിരുമാലകളൊന്നും കാണാനില്ലാണ്ട് നയിച്ചു. പാലൊക്കെ ഏറ്റി അറ്റത്തവിടെ കിടക്കണ്ട, ഒന്നും കാണാനില്ല. അവിടെ ചോപ്പിലേക്ക് എത്തണില്ല. അവിടെ കടലിനൊരു പ്രത്യേകത. പറഞ്ഞു കൊടുക്ക. കടലില് മണലുണ്ട്, അതാണ് മെയിൻ പ്രത്യേകത ഇവിടുത്തെ. പിന്നെ ഈ കടലിന് ഉപ്പുള്ളത് ചാവക്കാട് കടലിൽ മാത്രമാണ് ഉപ്പുവെള്ളം ഉണ്ടാവുള്ളൂ. പുതിയ കണ്ടുപിടുത്ത. രാത്രിയായ കാരണേ കടലൊന്നും നേരെ കാണാൻ പോലും ഇല്ല. രാത്രിയായ കാരണം
മൊത്തം ഇരുട്ടാണ്. അതുകൊണ്ട് പിന്നെ വേറെ ഫോണിന് ഫ്ലാഷ് അടിച്ചിട്ടാണ് പിന്നെ കുറച്ചേലും കാണാൻ പറ്റും നിങ്ങൾക്ക്. അവിടെ നിന്ന് കാണാൻ പോലും നേരച്ചു. നമ്മൾ പാർക്കിൽ കളിക്കാൻ പോവാട്ടോ. പാർക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ ബോട്ട് ഇട്ട വലിയ ബോട്ട് ഉണ്ട്. ചാവക്കാട് ബോട്ട്. അതാണ് ചാവക്കാട് ബോട്ട്. ബോട്ട് തീരത്തേക്ക് അടുപ്പിച്ചിട്ടേക്ക്. അതാണ് ബോട്ട്. ബോട്ട് എന്ന് പറഞ്ഞ ആ പാലത്തിന്റെ പകുതി ഇതാ എടുക്കണുണ്ട്. ഇവിടെ പകുതി ഭാഗം അവർ ഇങ്ങോട്ട് കരക്ക് കയറ്റിട്ടുണ്ട്. ഇവിടെ രാത്രി ആയാലും ആൾക്കാരുണ്ട്. 12 മണിയായിട്ട് ഇവിടെ ആൾക്കാരുണ്ടാവും. പാർക്കിൽ നിറച്ച് പിള്ളേരാട്ടാ. നമ്മൾ ഈ ടൈമിൽ കയറിയ ആകെ മോശമാവും. നിറച്ച് പിള്ളേരാ. കുറച്ച് വലിയ ആളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കയറാന്ന് പാർക്കിൽ. ഇവരൊക്കെ അതിന് റെഡിയാണ് പാർക്കിൽ കളിക്കാൻ. ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം റെഡിയാണ്. പാർക്കിൽ കണ്ട പിള്ളേരാ. കുറച്ച് ചേച്ചിമാരുണ്ട്. അവർ പാർക്കിൽ കുട്ടിയോളം കളിപ്പിക്കും. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ കയറി ചെന്നാൽ ശരിയാവില്ല. എന്തായാലും കൊടുക്കുക. 12 വയസ്സിന്റെ താഴെയുള്ളവർക്ക് മാത്രമേ ഇടയിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും തന്തപ്പടി ആവാനായി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും 12 വയസ്സിന്റെ മേലുള്ളവരാ. അപ്പൊ കയറണ്ട ആരും. അത്രയുള്ള കഴിഞ്ഞ അത്രയുള്ള ടൂറ്. ചാവക്കാട് ടൂറ്. ഇപ്പൊ നമ്മളിതിന്റെ ഉള്ളിലേക്ക് 12 പേടിച്ചു. നമുക്ക് 12 വയസ്സായിട്ടുള്ള നമ്മളൊരു 4-5 വയസ്സ് നമ്മൾ കുറച്ചു വിട്ടാ. നമ്മള് ചാടിയിട്ട് കിടക്കാൻ പോകാൻ അതിൻ്റെ ഉള്ളിലേക്ക്. നമ്മള് കളിക്കാൻ പോവാണെങ്കിൽ നമ്മള് ഒരു 12 വയസ്സാക്കി നമ്മൾ അങ്ങനെ. കളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലതരം കളികളുണ്ട്. നമ്മൾ ഈ കളിയോ നമുക്ക് പൂവല്ലേ ഉത്സാഹം നടക്കുകയും ചെയ്യുന്നത്. ഇതെന്ത് ഈ സാധനം ഇങ്ങനെ ഓട്ടം കണ്ടിട്ടാ. ഇത് നേരങ്ങേണ്ട ആവശ്യമുള്ളവരോ. ഇതൊക്കെ നേരങ്ങേണ്ട ആവശ്യ. ചെറിയ യൂട്യൂബർ. നമുക്കിനി മോളിക്കൂടെ കയറാം. ഇതെടുക്ക. എനിക്ക് ഭാഗ്യമില്ല. വൈബ്. ഇനി ഇതിൽ കയറുക. ഇനി സിനാന്റെ പ്രകടനം. തവളയിൽ കയറുക. തവളയിൽ കയറാഞ്ഞ്. തവളയിൽ കയറി. തവളയിൽ ക്യൂ നിൽക്കണം കേട്ടോ. ആൾക്കാരാണ് തവളയിലൊക്കെ. ഷെബില് കയറിട്ടാ. തവളയിൽ വന്ന് നോക്ക്. എങ്ങനെയുണ്ട് നോക്കി നോക്ക്. നീ പോകാൻ നോക്ക് ഒരു കേട്ടോ. അയ്യോ ഒക്കെ ഓട്ടാ. പാർക്കിലൊക്കെ ഉത്സവമൊക്കെ ഓട്ടയാണ്. സിനാ ഒരു വട്ടം ഉത്സവം നോക്കടാ. സിനാ ഉത്സവം ഒരൊറ്റ പോക്ക പോകുന്ന ഇതിനാ പൊട്ടു ട്രാൻസ്. എനിക്ക് 20 വയസ്സായി. അനസ് ഒന്നും കൂടി അനസ്. ഒരു വട്ടം ഞാൻ വന്ന് നോക്കട്ടെടാ. സിനാൻ പിടിക്ക്. ഞാൻ ഒന്നുകൂടി കയറിയിട്ട് വന്ന് നോക്കട്ടെ. ചന്തി കൂട്ടാ. ഇതടുത്തത് ഇതെന്ത് സംഭവം? ഞാൻ അടുത്തത് ഷാട്ടാക്ക്. ചെറിയ കുട്ടികളത്തിന് കഷ്ടാട്ടപ്പന്മാരെ കാര്യം. പെണ്ണ് കെട്ടിക്കാനായി പറഞ്ഞുണ്ട്. നീ വീണ്ടും അപ്പുറത്തോടെ ചാടല്ലേ? നീ കഴിഞ്ഞില്ലേ? ഇതിൽ കയറിയാലോ? ഇതിലും കൂടി കയറാട്ടെ നമുക്ക്.
നശിപ്പിക്കും. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ഫാൻസൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോക്ക് വേണ്ടി നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ വെച്ചിട്ടാ. അല്ല എൻസേ ഈ കേട്ടില്ല? സിനാ കേട്ടില്ല? വരാൻ പറയും. കം എന്താണ്? 2 ചെക്കന്മാരെ നമ്മളടുത്തേക്ക് വേണ്ടിട്ടാ. വീഡിയോ കണ്ടിണ്ടാ? നിങ്ങളുടെ പേരെന്താ? അവൻ്റെ ഈ എത്ര ക്ലാസ്സിൽ പഠിക്കണേ? കണ്ടിട്ടുണ്ട്. വാർത്തനാമേ വീട് എവിടെ പോ? അനീന ആദ്യമായിട്ടാ നിങ്ങൾ ഒരാൾ വരുന്നിട്ടാ. താങ്ക്സ്. ഇവരെ കണ്ടാവില്ല നമ്മളെ വീഡിയോയില്. വേണ്ട ഓക്കെ 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 ഓക്കെ. വേറെന്താ ചോദിക്കാല്ലേ? പേരറിയോ? അഫ്സല്ലേ സെയ്ദ് ഷോർട്സ്. ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചോന്നല്ല കേട്ടാ, അത് പറയരുതിട്ട്. അല്ലാലോ ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നല്ല, ഞാൻ പറഞ്ഞിട്ടൊന്നല്ലോ. അല്ലാലോ ഉണ്ണിയെ അവന്ന് പറയില്ലേ? പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ചേട്ടാ. പിന്നെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അയ്യൊന്നും മെല്ലെ പറയണ. തവളയുടെ മോളിരിക്കാന്നല്ലേ. ഇന്ന് എത്ര മണിക്ക് പോകും നിങ്ങൾ ഇവിടുന്ന്? നിങ്ങൾ എന്നും വരും ഇങ്ങോട്ട്? ഇവിടെ അടുത്ത കുറച്ച് പോകാള് വീട്ടിക്ക്? വീട്ടിലേക്ക് ആക്കി കൊടുക്കുന്നതാണ്. ഞങ്ങൾക്ക് കുറച്ച് ദൂരമുണ്ട്. നമുക്ക് ഇവിടുന്ന് നമ്മൾക്ക് 2 കിലോമീറ്റർ വീട്ടിക്ക്. മക്കളെ ഓപ്പൺ ജീപ്പ് കണ്ടിട്ടുണ്ടോ? ജീപ്പാണ് ഞങ്ങൾ വന്ന വണ്ടിയാണ്. അവിടെ കിടക്കുന്നുണ്ട് ഓപ്പൺ ജീപ്പ്. അവിടെ ബ്ലാക്ക് ഓപ്പൺ ജീപ്പ്. ഇവനല്ലേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന പറഞ്ഞ്? അവിടെ അല്ല, അവിടെ കിടക്കുന്ന ഓപ്പൺ ജീപ്പ് കണ്ട ചെക്കനെ നമ്മളെ വീഡിയോയില് വരുന്നത്. എൻ്റെ അനിയനാ? നിങ്ങൾ ബന്ധക്കാരാവൂലേ? ഏതായാലും അപ്പൊ ശരിട്ടാ. എൻ്റെ ചെക്കന്മാരെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വന്നിട്ടാ. അടിച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോടാ. യൂട്യൂബ് എടുക്ക. ഹലോ ഹലോ നെറ്റ് ഓൺ ആക്കിയിട്ടില്ല. അപ്പടി ഹാങ്ങാണ് ഗായ്സ്, അപ്പടി ഹാങ്. ഫോണ് ഹാങ്ങാലുണ്ണിയെ. ഫോണാകെ ഹാങ്ങാറ്. അതിലടിച്ച വരുന്നില്ല. അതിൽ അടിച്ചോ ഹാങ് മാറിയാ? വേണ്ട പോട്ടെ, അവരടിച്ചോളാം. മറ്റേ ഫോൺ കിട്ടിയിട്ടില്ല. എങ്ങനില്ല നല്ലോണ ഇല്ലട്ടാ, അത് പോയിക്കണ്. ഇല്ല ഹാങ്ങാണ്. ഒന്നമർത്തുന്നില്ല. ഉപ്പാട് പറയിട്ട് ഫോണ് കൊണ്ടേ കളഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് വെച്ച് ക്യാമറ പിടിക്കലാ. യൂട്യൂബ് പേരോ? അന്റെ പേരെന്താ? വീഡിയോ നാളെ വരും കേട്ടോ. നാളെ കണ്ടാ മതി. നാളെ വരും, നീ പേടിക്കണ്ട. നിങ്ങൾക്കുണ്ട് ചാനല്? നിങ്ങള് മുമ്പ് ആരെങ്കിലും വന്നിണ്ടാ? നിങ്ങൾ എന്നുണ്ടാവില്ല ഇവിടെ. അവന്റെ ഫോണിൽ ഹാങ് ആയി കാരണം എടുക്കാൻ പറ്റുന്നില്ല. ഐസ്ക്രീമായിട്ട് വന്നിട്ടാ സാധനം. സിനം പൊട്ടിച്ച് തീറ്റ തുടങ്ങി. മുകളത്ത് തയ്ക്കാനായിട്ട് തിന്നണ മൂപ്പര്. പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി. അത് പൊട്ടിച്ചേ സംഭവം എങ്ങനെയുണ്ട് നോക്കട്ടെ. ഏതാ ഫ്ലേവർ? ചാവക്കാട് ബീച്ച് കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വീട്ടിൽ പോകട്ടെ. നമുക്ക്
വണ്ടി മണലിൽ വിട്ടു. അപ്പോൾ അതിന് ഉന്തി കയറ്റണം കേട്ടോ. ചിലപ്പോൾ ഷാർട്ടാക്കിയിട്ടൊന്ന് ബാക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ കയറിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ ഉന്തി കയറ്റണം. എന്താവും നോക്കി നോക്കാം. ഷിബിലാണ് നേതൃത്വം കൊടുക്കുന്നത്. ഓക്കെ, ഷിബിൽ കയറ്റി നോക്കാം നമുക്ക്. സിമ്പിളല്ലേ? നിങ്ങൾ കയറി, ഞാൻ ഇവിടുന്ന് പുഷ് ചെയ്യാം. ഇവിടുന്ന് തന്നെ പുഷ് ചെയ്യാം. എല്ലാവരും വണ്ടി ഒന്ന് കണ്ട അവിടെ താന്നേക്കട കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല ഓടുന്നു. ഒന്ന് തള്ളി കൊടുത്താലോ? നമ്മള് വണ്ടി തള്ളാൻ പോവാട്ടാ. വണ്ടി തള്ളണേ നമുക്ക്. വണ്ടി മണലിലൊന്ന് കയറ്റിയെടുക്കണം. ഞാൻ മാമ ഫോണൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി തള്ളണം. കുഴിമാന്ത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് വെക്കാം. അവിടെ നിന്ന് എടുക്കണ്ട, ഇവിടുന്ന് ബാക്ക് അപ്പുറത്തെ ടയറിന്റെ ബാക്ക് എടുക്കും. അവിടച്ചോ വണ്ടി എടുത്തോ സംഭവം സെറ്റ് ആയതുകൊണ്ടു. റോട്ടിൽ കൂടെ പോണ എല്ലാരും നമ്മുടെ വണ്ടി എന്നായിട്ട് നോക്കണേ. ഇന്നത്തെ നമ്മുടെ യാത്ര കഴിഞ്ഞുട്ടാ. അപ്പൊ കിട്ടിയോടെ തന്നെ വണ്ടി കയറ്റിട്ടുണ്ട്. നമ്മളെ വണ്ടി എടുത്ത് നേരെ നമ്മുടെ വീട്ടിൽ പോകട്ടെ. ചാർജർ പിന്നെ ചെറുതായിട്ടൊരു പ്രോബ്ലം ഉള്ള പോലെ തോന്നില്ല. ഇടയ്ക്ക് കുത്തിക്കുമ്പോൾ ഓഫ് ആകും. അപ്പം നമ്മളെ കൂട്ടുകാരൻ്റെ ചാർജർ പിന്നെ വാങ്ങാൻ വേണ്ടി വന്നാട്ടെ. നമ്മൾ അവിടെ അവല്ല വന്നതല്ല, ട്രിപ്പ് നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അവൻ്റെ വീട്ടിൽ തന്നെ ഇലക്ട്രിക് വണ്ടി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഏതായാലും ചാർജർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലേ നമുക്ക് നമ്മുടെ വണ്ടിയിൽ കുത്തി വെച്ച് ചാർജറിൻ്റെ പ്രശ്നമാണോ വണ്ടിയുടെ പ്രശ്നമാണോ നോക്കണം കേട്ടോ. എന്താ വെച്ചാൽ അത് ഈ ഇലക്ട്രിക് വണ്ടി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ആണെങ്കിലും ഇനി പക്ഷേ ഈ ഇൻവേർട്ടറും ഉണ്ട്. അപ്പോൾ പിന്നെ ഈ വോൾട്ടേജിൻ്റെ നമ്മൾ തന്നെയാണ് വിളിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞിട്ട് ഏതായാലും ഈ ചാർജർ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കിയതാ അനസും പോവാട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അപ്പോൾ ശരി, അപ്പോൾ ഇന്ന് നാളെ കാണാം.